ഹലോ, വെൽക്കം ബാക്ക് ടു റിവ്യൂ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് ഓഫീസർ ഓൺ ഡ്യൂട്ടി നമ്മുടെ ചാക്കോച്ചൻ്റെ സിനിമ കാണാൻ വനിതയിൽ വന്നിരിക്കുകയാണ്. 4 മണിക്കത്തെ ഷോ ആണ് സ്ക്രീൻ 3-ൽ. അങ്ങനെ ഓഫീസർ ഓൺ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തി. സിനിമയുടെ റിവ്യൂയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. വീഡിയോ ഇടാൻ ലേറ്റായി പോയെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല. സിനിമ കഴിഞ്ഞ് കുറച്ച് ഷോപ്പിങ്ങിൻ്റെ കാര്യത്തിലായിട്ട് ഒന്ന് പോകേണ്ടി വന്നു. അത് കാരണം വീട്ടിലെത്താനൊന്നും വൈകിപ്പോയി. അതാണ് വീഡിയോ ഇടാത്തൊരു വൈകിയത്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ നമുക്ക് സിനിമയുടെ റിവ്യൂവിൽ കിടക്കാം. സിനിമ എങ്ങനെയുണ്ട് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ഒട്ടും ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ പടം. ഒറ്റ പറയുകയാണെങ്കിൽ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ നല്ല തിയേറ്ററിൽ എൻഗേജിങ് ആയി പിടിച്ചെടുത്ത് നല്ലൊരു കിടിലൻ തിയേറ്റർ അനുഭവം തന്നെ എനിക്ക് തോന്നുന്നു സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ ആദ്യ പകുതി എടുത്ത് പറയുകയാണെങ്കിൽ ഒട്ടേറെ നല്ല ത്രില്ലിങ് മൊമെൻറ്റ്സും അത്യാവശ്യം നമ്മുടെ ഉള്ളിൽ ഭയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോയ ഒരു കിടിലൻ ആദ്യ പകുതി. ഇൻട്രവൽ ബ്ലോക്കും നൈസായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിൻ പോസിറ്റീവായിട്ട് പറയേണ്ടത് നമ്മുടെ ചാക്കോച്ചനാണ്. എൻ്റെ പൊന്നോ, പുള്ളി ട്രാക്ക് മാറ്റി. എന്താ പെർഫോമൻസാണ് നോക്കിക്കോ പുള്ളിയുടെ, ഒരു രക്ഷയില്ല. എന്താ ഇൻറ്റൻസ് ലെവൽ ആക്ടിങ് ആയിരുന്നു പുള്ളിയുടെ. ഒന്നും പറയാനില്ല. പിന്നെ ഈ സിനിമയിൽ എല്ലാവരും, ജഗദീഷ് ആണെങ്കിലും പ്രിയാമണി ആണെങ്കിലും, പിന്നെ ഈ സിനിമയിൽ നെഗറ്റീവായിട്ട് അഭിനയിച്ചിരുന്ന ആ ഗ്യാങ്ങിൽ പ്രത്യേകിച്ച് വൈശാഖ്, നിങ്ങൾക്കറിയാമല്ലോ പുള്ളിയുടെ പേര് പറഞ്ഞാൽ, പുള്ളിയുടെ വില്ലൻ ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ചാക്കോച്ചൻ്റെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് എടുത്ത് പറയേണ്ടത് ഈ പറഞ്ഞ വൈശാഖിൻ്റെയാണ്. പുള്ളിക്കാരൻ ബ്രോ നിങ്ങൾ വില്ലൻ ക്യാരക്ടർ ഒറ്റ വാക്കി പറഞ്ഞാൽ തകർത്തു എന്ന് പറയാം. പിന്നെ ഈ സിനിമയുടെ മ്യൂസിക്കും BGM-ഉം മേക്കിങ്ങും ടെക്നിക് സൈഡൊക്കെ എല്ലാം കിഡിലനായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ സംവിധാനം ചെയ്തൊരു പുതിയ ഡയറക്ടറാണ് ജോസഫ് നായാട്ട്. എന്ന സിനിമയുടെ മേക്കിംഗ് നന്നായിട്ട് എടുത്തിരുന്ന മാർട്ടിൻ പ്രക്കാട്ടാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. എന്ത് പറയാൻ, ആ ഒരു ക്വാളിറ്റി ലെവൽ മേക്കിംഗ് എനിക്ക് നന്നായിട്ട് തിയേറ്ററിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സിനിമയിൽ നന്നായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് 5-ാം വാതിലയ്ക്ക് ശേഷം എനിക്ക് ചാക്കോച്ചൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ത്രില്ലർ മൂവിയാണ്. എൻഗേജിങ് ആയ ഒരു ത്രില്ലർ മൂവിയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ. കാരണം പിന്നെ ഈ അപ്പോൾ നിങ്ങൾ ചോദിക്കും നായാട്ട് എന്ന സിനിമ എന്താണ്. നായാട്ട് എന്ന സിനിമ അത്യാവശ്യം നല്ല സിനിമയായിരുന്നു. പക്ഷെ എനിക്കെൻ്റെ ക്ലൈമാക്സ് ഒരു ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയതുകൊണ്ട് എനിക്ക് ആ പടം അത്ര കിടിലം എന്ന് പറയാൻ തോന്നിയില്ല. അതാണ് ജസ്റ്റ് ഒരു ഓക്കെ പടമായിരുന്നു നായാട്ട് എന്ന സിനിമ. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ ഒരുപാട് മികച്ചതെന്ന് എനിക്കെടുത്ത് പറയാൻ കഴിയും. അതിലൊരു ഒരു പക്ക റിയലിസ്റ്റിക് ആയിട്ട് എടുത്ത പടം. ഇതും നല്ലൊരു റിയലിസ്റ്റിക് ആണ്, എന്നാലും കുറേ കൂടി എൻഗേജിങ് ആയിട്ട് കൂടി കൊണ്ടുപോയി നമ്മൾ ഒട്ടും മടുപ്പിക്കാത്ത രീതിയിലാണ് സിനിമയുടെ ഒരു പോക്ക്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കിടിലുമാണ്. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ ഒരു അല്പം ഡൗൺ ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്ത്. കാരണം ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോയ ആ ഒരു ഫസ്റ്റ് ഹാഫ് നല്ല ത്രില്ലിംഗ് ആയിട്ട് നമ്മളെ ഒരു ഉള്ളിലൊരു ഭയം തോന്നിപ്പിക്കുന്ന രീതിയിൽ കൊണ്ടുപോയി അവസാനം ഇൻ്റർവൽ ബ്ലോക്ക് എത്തി ഒരു വേറെ ലെവലിലേക്ക് എത്തിച്ചപ്പോൾ സെക്കൻഡ് ഹാഫ് തുടങ്ങി ഒരു മെല്ലെ ഒരു ഇച്ചിരി പ്രഡിക്റ്റബിളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് സെക്കൻഡ് ഹാഫ് പോയപ്പോൾ. പിന്നെ അങ്ങനെ ഇത്തിരി ഡൗൺ ആയപ്പോൾ സെക്കൻഡ് ഹാഫിലുള്ള ഈ ചാക്കോച്ചൻ്റെ ഫൈറ്റ് സീക്വൻസ് ഒന്നും പറയാനില്ല. ഫൈറ്റ് ഒരു രക്ഷയില്ല. ചില സമയത്ത് നമുക്ക് നല്ലൊരു മൂഡ് തോന്നിപ്പിക്കുന്ന അത്യാവശ്യം നല്ലൊരു ഫൈറ്റ് സീക്വൻസ് സിനിമയിൽ കൊണ്ടുവരാൻ സാധിച്ചു. ഈ സിനിമയുടെ പുതിയ ഡയറക്ടറായിരുന്ന ജിത്തു അഷ്റഫിൻ്റെ മികച്ചൊരു സംവിധാനം തന്നെ ആയിട്ട് ഈ സിനിമ കൊണ്ടുവരാൻ സാധിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാം കൊണ്ടും മികച്ച തന്നെ ടോട്ടലി ഈ സിനിമയുടെ. പിന്നെ ക്ലൈമാക്സിൽ നടക്കുന്ന 30 മിനിറ്റ് ശരിക്കും ഫസ്റ്റ് ഹാഫിൽ കണ്ട അതേ ഒരു ത്രില്ലിങ് മോഡിലേക്ക് ക്ലൈമാക്സിലേക്ക് കിടക്കുമ്പോൾ നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. മൊത്തത്തിൽ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഒരു ഒന്നൊന്നര കിടിലൻ എൻഗേജിങ് ത്രില്ലർ എന്ന് തന്നെ എനിക്കെടുത്ത് പറയാം. ഈ കൊല്ലം കണ്ടതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ത്രില്ലർ എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം.
നല്ലൊരു പ്ലോട്ടോടെ കൊണ്ടുവരാൻ ഈ സിനിമയുടെ സംവിധായകന് സാധിച്ചു എന്നാണ് എനിക്കത് പറയാനുള്ളത്. ഈ സിനിമ എനിക്ക് പിന്നെ വേറെ പറയാന്ന് വെച്ചാൽ, ഈ സിനിമ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ല. പിന്നെ ഈ സിനിമ വേറൊരു കാര്യം പറയാനുണ്ട്, ഇതിൻ്റെ ടീം എൻ്റെ കോളേജിലാണ് വന്നത്, BMCയിൽ. പക്ഷേ എനിക്ക് ചാക്കോച്ചനെ പ്രൊമോഷൻ കാണാൻ പറ്റിയില്ല, മിസ്സായി. അന്നത്തെ ദിവസം ഞാൻ തൊണ്ടയ്ക്ക് പ്രശ്നം വന്നത് കാരണം എനിക്കന്ന് കോളേജിൽ വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ പ്രൊമോഷനിൽ മിസ്സായി. ചാക്കോച്ചന് എനിക്ക് കാണാൻ പറ്റിയില്ല അന്ന്. ശരിക്കും വന്നത് വല്ലാത്തൊരു മിസ്സായി പോയി എന്ന് പറയാം ഈ സിനിമ കണ്ടപ്പോൾ. സത്യം പറഞ്ഞ ഈ സിനിമ തന്നെ ചാക്കോച്ചനെ കണ്ടിരുന്ന ഞാൻ കൈ കൊടുത്ത് ഞാൻ അഭിനന്ദിക്കും. കാരണം പുള്ളിയാണ് എനിക്ക് മെയിൻ പോസിറ്റീവ് ഫാക്ടറായിട്ട് എടുത്ത് പറയാനുള്ളത്. ഈ പടത്തിൽ നെഗറ്റീവായിട്ട് അങ്ങനെ പറയാനായിട്ടൊന്നുമില്ല. സെക്കൻഡ് ഹാഫ് പോയൊരു ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫിന് കൊണ്ടുപോയ സ്ക്രീൻ പ്ലേ അല്പം ഡൗൺ ആയിപ്പോയി. പിന്നെ ഇത് ലേശം പ്രഡിക്റ്റബിളായി തോന്നിയെന്നല്ലാതെ വേറെ എനിക്കൊന്നും പറയാനില്ല. കൂടുതൽ പോസിറ്റീവായിട്ടാണ് ഈ സിനിമയിൽ പറയാനുള്ളത്. മേക്കിംഗ് ആണെങ്കിലും ടെക്നിക്കൽ സൈഡ് കൊണ്ടാണെങ്കിലും BGM ജെയ്ക്സ് ബിജോയിലെ BGM കിഡിലെന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം, ഒറ്റ ബാക്കി പറയാം ആണെങ്കിൽ കിഡിലാണ്. പിന്നെ ഇമോഷൻസും അത്യാവശ്യം നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ചാക്കോച്ചനൊക്കെ ഒരു രക്ഷയില്ല. ഈ പ്രായത്തിൽ തന്നെ ഫൈറ്റൊക്കെ എത്ര ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഒരു പുള്ളി അഴിഞ്ഞടി എന്ന് പറയാം. ഒരു വൺ ഓഫ് ദ ത്രില്ലർ മൂവിന്ന് എടുത്ത് പറയാം. ഈ അടുത്ത് കണ്ടതിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിന്ന് ഞാൻ എടുത്ത് പറയും ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ. അത്രേ ഉള്ളൂ. അപ്പോൾ സിനിമ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് പോയി തിയേറ്ററിൽ പോയി തന്നെ കാണാം. ഒരിക്കലും മിസ് ചെയ്യരുത്. ഇത് OTT കണ്ടിട്ട് ഒരു കാര്യമില്ല. ഇത് തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം അത്യാവശ്യം നല്ല കൈയടിക്കാനുള്ള എലമെൻസ് ഈ സിനിമയിൽ ഉണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5ൽ 4.5 അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടതാണെങ്കിൽ താഴെ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരാം. അതുവരെയ്ക്കും